മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ നമുക്ക് ഡിപ്പിൽ ബൈ തോന്നുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിപ്പിൽ ബൈ വരണം. ന്യൂസൊക്കെ നെഗറ്റീവാണ്, പക്ഷേ ഡിപ്പിൽ ബൈ വരികയാണ്, പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ ഉള്ള ഒരു സ്പെക്കുലേഷൻ. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് വളരെയധികം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ 83.94 അപ്ഡേറ്റ് ടൈം ഏകദേശം 8 മണിക്ക് അടുത്താകുമ്പോൾ 84 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നലെ 77 രൂപയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 77 നിന്ന് 84ലേക്ക് പോയി. അപ്പോൾ മനസ്സിലാക്കാൻ നെഗറ്റീവ്സ് എത്രയുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഓൾറെഡി അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് എല്ലാ മാർക്കറ്റും ഇന്ന് ഡിസ്കൗണ്ട് ചെയ്താണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു 160 154 റേഞ്ചിലാണ് മാർക്കറ്റ് ഒന്ന് ഡൗൺ ട്രെൻഡ് ഫീൽ ചെയ്യുന്നത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും മാർക്കറ്റിൻ്റെ നെഗറ്റീവ് ട്രെൻഡാണെന്ന് മനസ്സിലാക്കി. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുമാണ്. കാരണം ക്രൂഡ് ഓയിൽ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് ബാങ്ക് നിഫ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 സപ്പോർട്ടുകൾ പറയാം. ഈ സപ്പോർട്ടിന് താഴെ വരുമ്പോഴാണ് ഹെവി നെഗറ്റീവ്സ് വരുന്നുള്ളൂ. അല്ലെങ്കിൽ കാരണം ഡിപ്പായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും സംഭവിക്കുന്ന പോലെ റിക്കവറി വന്നു എന്ന് വരാം. എങ്കിൽ തന്നെ ഈ 2 പോയിൻറ്റുകൾ ശ്രദ്ധിച്ചോളൂ. 23,988 ഇതിന് താഴെ പോവുകയാണെങ്കിൽ 23,982 താഴെ പോകുന്നത് നെഗറ്റീവാണ്. അതുപോലെ 57,513 ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇതിന് 2 താഴെ പോവുകയാണെങ്കിൽ 57,513 താഴെയും 23,982 താഴെ പോകുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് 24,000 ആണ്. ഓക്കെ, ഇതിന് താഴെ പോവുകയാണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും മാർക്കറ്റിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ റിക്കവറി ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ ഇന്ന് റിക്കവറി ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഇന്ന് നിഫ്റ്റിയുടെ കട്ടിങ് ഡേറ്റും കൂടിയാണ്. അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളെ റുപ്പി വീണ്ടും നെഗറ്റീവ് ഒരു ടൈം എടുക്കുകയാണ്, ഡൗൺ ട്രെൻഡ് എടുക്കുകയാണ്, 96ലേക്ക് അടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ബാങ്ക് നിഫ്റ്റിക്കുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഓപ്പണാണ്. ഓക്കെ, 96ലേക്ക് വരുന്നു. ഇഷ്യൂസാണെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടിയും അവിടുത്തെ ഹോർമൂസിൽ ഇഷ്യൂ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ മാർക്കറ്റിൽ വരുന്ന ഡാറ്റകളൊന്നും കൺഫേം ആണെന്നുള്ളൊരു ഇതില്ലായിരുന്നു. ഇപ്പോൾ ഇൻഫ്ലേഷൻ്റെ ഡാറ്റ ഇന്നലെ വന്നു. അപ്പോൾ ആ ഡാറ്റയിൽ കാണിക്കുന്നത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ പോയ സ്ഥലം നോക്കണം. 3.93 നിന്ന് 4.38ലേക്ക് വന്നു എന്നുള്ളത്. ഇത് ഭയങ്കര നെഗറ്റീവാണ്. അതുപോലെ ഇത് കയറിക്കുന്നത് ഫുഡ് സെക്ടറിൽ നിന്ന് തന്നെയാണ് കൂടിക്കുന്നത്. ഫുഡ് സെക്ടറിൽ നിന്നാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. പക്ഷേ ഇരട്ട ന്യൂസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ന്യൂസ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പ്രതീക്ഷിച്ച കാസിന് ഒരു അപ്ഡേഷൻ ഇപ്പോഴാണ് വന്നത്, ഈ നെഗറ്റീവ് ട്രെൻഡ്. യു എസിൻ്റെ ഇൻഫ്ലേഷൻ്റെ ഇന്ന് വരുന്നതാണ്. അപ്പോൾ നാളെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ യു എസ് ഇൻഫ്ലേഷനും കൂടി മനസ്സിലാക്കാണ്ട് നിന്ന് വരുന്ന യു എസ് ഇൻഫ്ലേഷനെ നാളെ റിയാക്ട് ചെയ്യാം. ഓൾറെഡി യു എസ് ഇൻഫ്ലേഷൻ മോശമായി എന്നുള്ളതാണ് ന്യൂസ് വരാൻ സാധ്യത. കാരണം വേറൊന്നുമല്ല, അവരുടെ ബേസിക്കലി ബോണ്ട് 3.9 നിന്ന് 3.9 10 ഇയർ ബോണ്ട് 4.38ലേക്ക് പോയി. പെട്ടെന്നാണ്, ഇതൊക്കെ ഒരു ദിവസം കൊണ്ടാണ് സംഭവിക്കുന്നത് കേട്ടോ. 4.8ലേക്ക് പോയി. ഈ 4.6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ്. അപ്പോൾ എന്തായാലും അവിടെയും ടൈറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇൻഫ്ലേഷൻ അവിടെയും ഉയരുന്നു, രാജ്യങ്ങളിൽ മുഴുവൻ ഉയരുന്നു എന്നുള്ളത് ഈ ഹോർമൂസ് ആയിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകളിൽ മുന്നോട്ട് വരുന്നുണ്ട്. റിസൾട്ട് കലണ്ടറുകൾ സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ റിസൾട്ട് കലണ്ടറുകൾ പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഫോർത്ത് റിസൾട്ടുകൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കിത് വ്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ഞാൻ കുറച്ച് താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന HCLൻ്റെ റിസൾട്ട് ഇൻലൈൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇൻലൈൻ റിസൾട്ട് ഇതിൽ ഇപ്പോൾ കുറച്ച് റിസൾട്ടുകൾ കാണിക്കുന്നതിൽ പ്രധാനപ്പെട്ട നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം. ഇപ്പോൾ 14th റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ഞാൻ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടിലേക്ക് മാത്രമായിട്ട്. ടാറ്റ എലക്സിഡ് റിസൾട്ട് ഇന്ന് 14-ാം തീയതി ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കേസാണ്. ഏഞ്ചൽ 1ൻ്റെ റിസൾട്ട് ഇന്നുണ്ട്, സൂക്ഷിക്കുക. ഇതൊക്കെ നിങ്ങൾ മാർക്കറ്റ് റിസൾട്ട് വരുമ്പോൾ ഇമ്പാക്റ്റും സപ്പോർട്ടില്ലാത്ത മാർക്കറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
റിസൾട്ട് പ്രധാനപ്പെട്ട ഗ്രോവിൻ്റെ റിസൾട്ടും സെയിം ഡേയിൽ ഗ്രോവിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, അന്ന് ശ്രദ്ധിക്കേണ്ട കേസാണിത്. HDFC AMC റിസൾട്ടുകളിന് ലൈഫ് നിൽക്കുന്നുണ്ട്, ICICI ജനറൽ ഇൻഷുറൻസിന് നിൽക്കുന്നുണ്ട്, ICICI പൊട്ടൻഷ്യൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹൈലി ഹോൾഡിംഗ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട സെക്ഷനുകളാണ്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. അന്ന് മുമ്പത്തെ പ്രാവശ്യം ഒരു 106 അല്ലെങ്കിൽ 114 വന്നതിന് ശേഷം ക്രൂഡ് ഓയിൽ വരാനുണ്ടായ ഒരു പെട്ടെന്നുള്ള ഹൈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് ഈ യമനും അതുപോലെ ഹൂത്തീസൊക്കെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നുകൂടിയാണ് ഈ ആക്ഷൻ ഉണ്ടായത്. സെയിം കേസ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും യമനും ഹൂത്തിയൊക്കെ മിസൈൽ ഇപ്പോൾ 27 മിനിറ്റ് മുമ്പ് സൗദി അറേബ്യയിൽ മിസൈൽ. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ പ്രത്യേകിച്ച് ഹൂത്തിയായിട്ട് ബന്ധപ്പെടുന്ന പറയുമ്പോൾ അത് ചെങ്കടലും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചെങ്കടലിനെ ബാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ബാധിക്കുമ്പോഴാണ് നമുക്ക് റഷ്യയുടെ പെട്രോളുകൾ വരാൻ ലേറ്റാവും. അതുപോലെ തന്നെ പെട്രോൾ ഈ വിനിമയം എന്ന് പറഞ്ഞാൽ ചൈന ഏരിയ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് വരാനുള്ള സൗകര്യം കൂടി ബ്ലോക്ക് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും 86 എന്നുള്ളത് വീണ്ടും 100ലേക്ക് പോയിക്കൂടാന്നൊന്നുമില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴുള്ള യുദ്ധം കുറച്ചും കൂടി സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. യമനും ഹൂത്തീസൊക്കെ ലൈനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നെഗറ്റീവ്സ്. അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിൽ ഡയലോഗിന് ഒരു കുറവുമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് അത്ര കണ്ടീഷനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഭയം വരുമ്പോഴും റിസൾട്ട് കണ്ട് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം മാർക്കറ്റിന് കുറച്ച് വീക്ക്നെസ് കൂടുതലായിരിക്കും. എങ്കിലും ഡിപ്പിൽ ബൈയിങ് എന്നുള്ളത് മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റിന് സംരക്ഷണം കൊടുക്കാവുന്ന ഒരു രീതി കാണിക്കും എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ സപ്പോർട്ട് ലൈന് താഴെയാണെങ്കിൽ കുറച്ചും കൂടി വീക്ക്നെസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, താങ്ക് യു.